അപ്പൊ മിറായ് മൂവി കണ്ടു. മിറായ് തെലുങ്ക് മൂവിയാണ്, മലയാളത്തിൽ ഡബ്ഡാണ് ഞാൻ കണ്ടത്. സബ് ടൈറ്റിൽ ഉണ്ടായില്ല, പക്ഷെ മലയാളം ഡബ്ഡായിട്ട് സബ് ടൈറ്റിലിന്റെ ആവശ്യമില്ല. തമിഴ് ഞാൻ ട്രൈ ചെയ്തെങ്കിലും ടിക്കറ്റ് കിട്ടിയില്ല. എനിക്ക് കൂടുതലും ഈ ഡബ്ഡ് മൂവി മലയാളത്തിലേക്ക് കൂടുതൽ പഞ്ച് വന്നത് തമിഴിലാണ്. ബട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയ മലയാളത്തിലാണ്, ഞാൻ മലയാളം ഉണ്ട്. പക്ഷെ ഈ കുറവൊന്നും തോന്നില്ല, അടിപൊളിയായിട്ട് തന്നെ ഡബിങ് ഒക്കെ പോയിട്ടുണ്ട്. ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഫീലോട് കൂടിയാണ് റിവ്യൂ പറയാൻ തുടങ്ങുന്നത്. ഫാന്റസിയിലുപരി മിത്ത്, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് തോന്നി. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല, കാരണം എനിക്ക് കുറെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും ആ ക്യാരക്ടേഴ്സിന്റെ നെയിം ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ആണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണില്ല. ആ ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിറായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണുക. ഒരിക്കലും നഷ്ടം വരില്ല. ഒരു 60 കോടി ബഡ്ജറ്റിൽ സൂപ്പർ, അതായത് കിഡിലനായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ലോക പോലെ ലോകയുടെ റേഞ്ച് ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയണില്ല. ബട്ട് ലോകം 30 കോടിയാണെന്നുണ്ടെങ്കിൽ ഇത് 60 കോടി. ആ 60 കോടി അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് പടം. മിറായ് മൂവി സ്റ്റാറിങ് തേജ സജ്ജ, നമ്മുടെ ഹനുമാൻ മൂവിയിലെ ഹീറോ. പിന്നെ ശ്രേയ ഉണ്ട്, ജയറാം, മലയാളത്തിൽ നിന്ന് ജയറാം ഉണ്ട്. പിന്നെ ജഗ്ഗപ്പട്ടി ബാബു, മെയിൻ നമ്മുടെ തമിഴ് പടത്തിലൊക്കെ വില്ലനായിട്ട് വരുന്ന ആ പുള്ളി ഉണ്ട്. പിന്നെ വില്ലൻ മഞ്ജു മനോജ്, പുള്ളിക്ക് വില്ലനായിട്ട് ആ റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വില്ലൻ ഇൻ ദ സെൻസ് നെഗറ്റീവ് റോൾ ചെയ്തേക്കണ ആ ഒരാള്. പിന്നെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ആയിട്ട് സ്ക്രീൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഉള്ള പടം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയാ, സ്പിരിച്വൽ അല്ല, മിത്ത്, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മിത്ത്, പ്രത്യേകിച്ച് ഹിന്ദു അല്ലെങ്കിൽ നമ്മുടെ രാമായണം അതിലൊക്കെ ഉള്ള ഓരോ ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട്. ഫോർ എക്സാമ്പിൾ ട്രെയിലറിൽ കാണിച്ച സാധനമാണ് ജഡായു. പിന്നെ ശ്രീരാമനാണ് മെയിൻ ക്യാരക്ടറായിട്ട് കാണിച്ചേക്കണത്. ഹനുമാന്റെ അത്ര ഹെവി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ആ ശ്രീരാമന്റെ ക്യാരക്ടർ ഇതിൽ പാച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കിടിലം പടം. ലാഗില്ല, ഇമോഷൻസ് കുറെ ഉണ്ട്, നമുക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സിനിമാറ്റിക് എലമെന്റ്സ് കുറെ ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പോസിറ്റീവ് സിനിമോട്ടോഗ്രഫിയും സൗണ്ട്. പക്ഷെ എന്റെ പൊന്നെ BGM ഒക്കെ കിഡിലിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചെവി മുഴങ്ങുമെന്ന് പറയില്ല, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയറിലുള്ള തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ആക്കി. ഞാൻ ഫോറമാളിലാണ് കണ്ടത്. കിഡിലൻ സൗണ്ട് ആയിരുന്നു, എനിക്കത് ഫീൽ ചെയ്യാനും പറ്റി. അപ്പൊ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറ്റ്മോസ് ഉള്ള തിയേറ്റർ നോക്കി സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പൊ കിഡിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു കിണ്ണൻ എക്സ്പീരിയൻസ്, അതായത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിറായിക്ക് പോകാം. അത് ഏത് കാറ്റഗറി എടുത്താലും, ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിലും സിനിമോട്ടോഗ്രഫി, മ്യൂസിക്, ആക്ടിങ്, പെർഫോമൻസ് എന്തിനാണെന്നുണ്ടെങ്കിലും അടിപൊളി. കഥ വോയിസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിലാണ് കഥ. അതല്ലാണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം ഇഷ്ടപ്പെടുള്ളൂ അങ്ങനത്തെ ഒരു രീതിയിലൊന്നുമല്ല. ആ ഒരു ഐഡിയോളജി എടുത്തിട്ടുണ്ടെന്നുള്ളൂ. അല്ലാണ്ട് എല്ലാവർക്കും കണ്ടുള്ള ഇത് തന്നെയാണ് സിനിമ എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ ഡു വാച്ച് മിറായ് ഇൻ തിയേറ്റർ. വീഡിയോ ഇഷ്ടമായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ.